സമസ്തയിൽ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കും. മുഷാവറ യോഗം ഈ മാസം 7-ന് കോഴിക്കോട് ചേരും. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രത്യേക മുഷാവറ ചേരുന്നത്. പ്രശ്നം പരിഹരിക്കുകയാണ് മുഷാവറയുടെ പ്രധാന ലക്ഷ്യം. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീർ, കഴിഞ്ഞ മുഷാവറ യോഗം ചേർന്നതും അതിലുണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ആരോപണങ്ങളും കള്ളൻ അല്ലെങ്കിൽ ആരാണ് കള്ളൻ എന്നുള്ള തർക്കവും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ അടുത്ത മുഷാവറ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പ്രശ്നപരിഹാരം സാധ്യമാണ് എന്നവർ കരുതുന്നുണ്ടോ സമീർ? ഹാഷ്മി, ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ എത്രമാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും കഴിഞ്ഞ 11-ന് ചേർന്ന മുഷാവറ യോഗത്തിലുണ്ടായിട്ടുള്ള ഭിന്നത രൂക്ഷമാണ്. ആ ഭിന്നത രൂക്ഷമാവുന്നു എന്ന് മാത്രമല്ല, ആ യോഗം പിന്നീട് കലഹിച്ച് അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷവും പരസ്യ പ്രസ്താവനയുമായിക്കൊണ്ട് ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ മുഷാവറ യോഗം ചെയ്യുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ഉമർ ഫൈസിയുടെ ചില പരാമർശങ്ങളായിരുന്നു. ആ പരാമർശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഫൈസി മാറി നിൽക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും ഉമർ ഫൈസി അതിന് കൂട്ടാക്കിയില്ല. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന്. അതോടൊപ്പം തന്നെ മുഷാവറക്കകത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് മറുചേരിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം. ഇത്തരം ഈ രണ്ട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഈ മുഷാവറയിൽ നിന്ന് തന്നെ ഉമർ ഫൈസിയെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങളെല്ലാം തന്നെ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ അതിൽ ലീഗ് അനുകൂല ചേരിയാണ് അത്തരം പ്രവൃത്തി ചെയ്തിട്ടുള്ളതെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും ലീഗ് വിരുദ്ധ ചേരിയും പറയുന്നു. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു വേള കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗം ചേരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രഭാതത്തിനെതിരായിട്ടുള്ള സമീപ നാളുകളിൽ ഉയർന്നു വന്ന വലിയ വിമർശനങ്ങളുണ്ട്. അതിൻ്റെ പബ്ലിഷർ കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെ അത്തരം വിഷയങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട യോഗം ചേരുന്നത്. അതിൽ എത്രമാത്രം ഈ വിഷയങ്ങളെ ഉൾക്കൊള്ളിക്കൊണ്ട് ഈ രണ്ട് വിഭാഗത്തെ, അതായത് സമസ്തയ്ക്ക് സമാന്തരമാകുന്ന ഒരു സംഘടന രൂപീകരണം നടന്നിരുന്നു. സംസ്ഥയുടെ ബദൽ സംവിധാനമാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതിൽ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ആ സമിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് സമസ്തയ്ക്ക് സമാന്തര സംഘടനയാണ് എന്നും അതിന് രൂപം നൽകിയവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും ശക്തമാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഏതായാലും 7-ാം തീയതി മുഷാവറ ചെയ്യുന്നത്. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ഒരു ശ്രമകരമാണ്. ഏതായാലും ജിഫ്രി തങ്ങൾ അധ്യക്ഷനായ ഈ യോഗം എത്രമാത്രം ആ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. 7-ാം തീയതി നിലപാടൊക്കെ എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അവർ മുഷാവറ യോഗം ചേരാൻ തീരുമാനിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കൽ കൂടി ഒന്നിരിക്കാൻ തീരുമാനിക്കുകയാണ്.